Good afternoon, everyone. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Okay. Then who are you? Fine. Can you manage? Sure. Active or no? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോപ്പിക് പ്രസന്റേഷൻ ആയിരുന്നു. കുറച്ച് പ്രസന്റ് ചെയ്തു അല്ലെ? ആണോ? മലയാളത്തിലാണ് സംസാരിച്ചത്, ഇംഗ്ലീഷിലല്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കോൺഫിഡൻസിനെ കുറിച്ച്. ഓർമ്മയുണ്ടോ? മറന്നല്ലെങ്കിൽ മറന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല എന്നാ പറയണേ. ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ഓക്കെ, സോ കുറച്ച് നോട്ട്സ് തരാട്ടോ. നോട്ട്സ് എഴുതിയെടുക്കൂ. ഡെയിലി സെന്റൻസ് എന്ന് ഹെഡിങ് കൊടുക്കാം. നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകളാണ് ഡെയിലി സെന്റൻസ് പറഞ്ഞു ഞാൻ തരുന്നത്. നോട്ട്ബുക്ക് എടുക്കുക, നോട്ട്ബുക്കിൽ എഴുതാം. അത്യാവശ്യം കുറച്ച് കൂടുതൽ ഡെയിലി സെന്റൻസ് ഉണ്ട്. ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം കേട്ടോ. പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ഓക്കെ ആണോ? എല്ലാവരും ഉണ്ടോ? ആൻസി, ഫിന, ആൻസിക്കാണോ വയ്യാന്ന് പറഞ്ഞേ? എനിക്ക് പനിയാണ്. എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? ഓക്കെ ആൻസി. അപ്പൊ എല്ലാരും നോട്ട്ബുക്ക് എടുക്കും കേട്ടോ. അറിയാവുന്ന സെന്റൻസ് ഒക്കെ ആയിരിക്കാം, എന്നാലും എനിക്ക് അറിയാമെന്ന് വിചാരിച്ച് ആരും എഴുതാതിരിക്കണ്ട കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കണം. ഞാൻ പറയുന്നതെല്ലാം ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. What's the matter? What's the matter? What's the matter? What's your program? What's your program? Let's go. Let's go. I don't know. I don't know. മാം, ഞാൻ വേറെ അടുത്ത് നിൽക്കുക, നോട്ട് എഴുതാൻ പറ്റത്തില്ല. I have good to go. I have good to go. That's correct. Try your best. Try your best. What can I do for you? What can I do for you? Forget it. Forget it. We went together. We went together. ഇതിനൊക്കെ മലയാളം മീനിങ് ഞാൻ പറയാം കേട്ടോ. ആദ്യം ഫസ്റ്റ് നിങ്ങൾ സെന്റൻസ് ചെയ്ത് അതിനുശേഷം നമുക്ക് മലയാളം മീനിങ് പറയാം. We went together. I was talking to my friend.
I was talking to my friend. What exactly troubles you? What exactly troubles you? I'm afraid I don't know. I'm afraid I don't know. Is it true? Is it true? That's unbelievable. That's unbelievable. I was flabbergasted. I was flabbergasted. I have got to meet a friend on the way. I have got to meet a friend on the way. Respect your elders. Respect your elders. We went there yesterday. We went there yesterday. Nobody is perfect. Nobody is perfect. Perfect yourself. Perfect yourself. I don't think so. I don't think so. No, I'm not coming. No, I'm not coming. What about a cup of tea? What about a cup of tea? I'll do it. I'll do it. What's your expectation? What's your expectation? Do your homework. Do your homework. I hope I can. I hope I can. Okay. Right now, is it finished? Yeah. Then write the meaning. What's the matter? What's the matter means എന്താണ് കാര്യം അറിയാലോ അല്ലെ? What's the matter? എന്താണ് കാര്യം? What's the matter? What's your program? ഇതിന്റെ പരിപാടി എന്താണ്? The program എന്താണ്? എന്താണ് ഇതിന്റെ program? What's your program? What's your program? Let's go. Let's go. Let's go means let us go എന്നാണ് കേട്ടോ. Let us go. നമുക്ക് പോകാം. Let us go. അതാണ് ഇതിന്റെ full form. Okay?
നമ്മൾ പറഞ്ഞു ഷോർട്ട് ആക്കി ലെറ്റ്സ് ആക്കി ലെറ്റ്സ് ഗോ. എല്ലാവർക്കും ലെറ്റ്സ് ഗോ അറിയാം, പക്ഷെ അതിന്റെ ഫുൾ ഫോം എന്താണ് ചിലർക്ക് ഡൗട്ട് കാണാം, അതുകൊണ്ട് പറഞ്ഞുള്ളൂ. ഓക്കെ, ലെറ്റ്സ് അസ് ഗോ എന്നാണ് കേട്ടോ വരാം. സോ ലെറ്റ്സ് ഗോ നമുക്ക് പോകാം. ആൻഡ് ഐ ഡോണ്ട് നോ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ മീനിങ് അറിയാവുന്നതാണെങ്കിൽ എഴുതണ്ട കേട്ടോ, അല്ലെങ്കിൽ ചുമ്മാ എഴുതിക്കോളൂ. ഐ ഡോണ്ട് നോ എനിക്കറിയില്ല. ഐ ഹാവ് ഗോ ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ട്. ഐ ഹാവ് ഗോ ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് പോകേണ്ടതുണ്ട്. ഐ ഹാവ് ഗോ ടു ഗോ. ഐ ഹാവ് ടു ഗോ എന്ന് പറയാം, എനിക്ക് പോകണം എന്നാണെങ്കിൽ ഐ ഹാവ് ടു ഗോ എന്ന് പറയാം, എനിക്ക് പോകണം എന്നും പറയാട്ടോ. That's correct. അറിയാം. Then try your best. പരമാവധി ശ്രമിക്കൂ. നിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കൂ എന്ന മീനിങ് ആട്ടോ വരാം. Try your best. What can I do for you? എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? What can I do for you? ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? What can I do for you? ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? What can I do for you? Forget it. മറന്നു കളയൂ കേട്ടോ. മറന്നു കളഞ്ഞേക്കും എന്ന് അറിയാം. മറന്നു കളയൂ. Forget it. We went together. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. We went together. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. We went together. I was talking to my friend. ഞാൻ എന്റെ ഫ്രണ്ടുമായി സംസാരിക്കുകയായിരുന്നു. ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഫ്രണ്ടായിട്ട് സംസാരിക്കുകയായിരുന്നു. Was talking to my friend. Then what exactly troubles you? ശരിക്കും നിന്നെ എന്താണ് ബുദ്ധിമുട്ടിക്കുന്നത്? What exactly troubles you? ശരിക്കും നിന്നെ എന്താണ് ബുദ്ധിമുട്ടിക്കുന്നത്? What exactly troubles you? I'm afraid. I don't know. അയ്യോ എനിക്കറിയില്ല. അതൊരു മീനിങ്ങിലാണ് അവിടെ വരാം കേട്ടോ. I'm afraid means പേടിച്ചു എന്നല്ല മീനിങ് വരാം. അവിടെ അയ്യോ എനിക്കറിയില്ല എന്നാ വരാം. I'm afraid I don't know. And is it true? ഇത് ശരിയാണോ? Is it true? ഇത് ശരിയാണോ? That's unbelievable. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. That's unbelievable. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. That's unbelievable. I was flabbergasted. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. I was flabbergasted. Okay. പറയാം എന്താണ് ഷോക്കിംഗ് എന്നൊക്കെ പറയാം. It's a new word. Was flabbergasted. Then I have go to meet a friend on the way. എനിക്ക് പോകുന്ന വഴിയിൽ എന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫ്രണ്ടിനെ കാണേണ്ടതുണ്ട്. പോകുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിനെ കാണേണ്ടതുണ്ട്. I have go to meet a friend on the way. Respect your elders. മുതിർന്നവരെ ബഹുമാനിക്കുക. Respect your elders. We went there yesterday. ഞങ്ങൾ ഇന്നലെ അവിടെ പോയിരുന്നു അല്ലെങ്കിൽ പോയി എന്ന് പറയാം. ഇന്നലെ ഞങ്ങൾ അവിടെ പോയി. We went there yesterday.
when they are yesterday. Nobody is perfect. ആരും പരിപൂർണനല്ല അല്ലെങ്കിൽ ആരും പെർഫെക്റ്റ് അല്ല. Nobody is perfect. Okay, remember it. Nobody is perfect. Okay, എപ്പോഴും ഓർമ്മയിൽ വേണം ആരും പെർഫെക്റ്റ് അല്ല. I don't think so. എനിക്ക് അങ്ങനെ തോന്നില്ല. I don't think so. എനിക്ക് അങ്ങനെ തോന്നില്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല എന്നൊക്കെ പറയാം. I don't think so. എനിക്ക് അങ്ങനെ തോന്നില്ല. I don't think so. No, I'm not coming. ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ല, ഞാൻ വരുന്നില്ല. What about a cup of tea? What about a cup of tea? ഒരു കപ്പ് ചായ ആയാലോ? ഒരു കപ്പ് ചായ ആയാലോ? What about a cup of tea? ഒരു കപ്പ് ചായ ആയാലോ? I will do it. ഞാൻ ചെയ്യും. ഞാൻ അത് ചെയ്യും. I will do it. അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നൊക്കെ പറയാം. I will do it. Do your homework. Do your homework. ഇതിന്റെ homework ചെയ്യും. Do your homework. I hope I can. എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയാം. I hope I can. Okay? Clear? കഴിഞ്ഞോ? Yeah. Useful ആണോ? Useful ആയിട്ട് തോന്നുന്നുണ്ടോ? Yeah. Okay. So let's read it one by one. Okay? എല്ലാവരും ഞാൻ തന്നിരിക്കുന്ന ഈ ഡെയിലി സെന്റൻസ് കറക്റ്റ് പ്രൊണൗൺസിയേഷനിലും കറക്റ്റ് മോഡുലേഷനിലും വായിക്കുക, പ്രസന്റ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക. എഴുതി വെച്ചാൽ മാത്രം പോരാ, നമ്മളത് പറയണം. പറഞ്ഞാൽ മാത്രമേ അത് പഠിക്കാൻ പറ്റൂ. പറഞ്ഞാൽ മാത്രമേ നമുക്ക് എപ്പോഴെങ്കിലും അത് യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ വരികയും ചെയ്യും. നമുക്ക് അത് without any mistakes we can speak and we can tell that sentence. Okay? ആണോ? വൈദ്യം പറയുമ്പോൾ അതിൽ ലീഡ് ചെയ്ത് പോകരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആണോ? അഞ്ചാമത്തതില്ലേ ഐ ഹാവ് ഗോട്ട് ടു ഗോ എന്നുള്ളത്, അത് ഗോട്ട് ടു ഗോ എന്നാണ് ടൈപ്പ് ചെയ്ത്. അപ്പൊ ഗോട്ട് എന്നാണോ ഗോ എന്നല്ലേ? അങ്ങനെ ഗോട്ട് എന്ന് പറയാം, ഗോ എന്ന് പറയാം, രണ്ടും മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഗോട്ട് ടു ഗോ എന്നാണോ ഗോ ടു ഗോ എന്നാണോ? അതാ പറഞ്ഞേ, ഗോട്ട് എന്നും പറയാം, ഗോ എന്നും പറയാം. നമുക്ക് ഗോട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ഗോ എഴുതിയാലും മതി. ഗോട്ട് കളഞ്ഞിട്ട് ഗോ എഴുതും. കൺഫ്യൂഷൻ വേണ്ട. Have go to go. Okay? Go. G-O. Go. Go എന്ന് പറയാം. Go. Have go to go. ഇതാണ് കറക്റ്റ് അതിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് പ്രസന്റ് ചെയ്യാം, വായിക്കാം, റീഡ് ചെയ്യാം. First, going to read first. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ എന്താ പറയാ അല്ലെ? ആരാ വായിക്കുക ഫസ്റ്റ്? ഞാൻ വിളിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയോ? എന്തായാലും വായിച്ചേ പറ്റൂ. അഞ്ജലി. What's the matter? What's your program? Let's go. അഞ്ജലി. എന്തോ? ലഞ്ചൊക്കെ കഴിച്ചോ? കഴിച്ചു. പിന്നെ വയ്യായി ഉണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ല. കുറച്ചുകൂടെ ഉഷാറായിട്ട് പറയൂ. നമ്മൾ പറയുമ്പോ ശ്രദ്ധിക്കേണ്ടത് വെറുതെ വായിച്ചു പോയാൽ പോരാ. വെറുതെ വായിക്കാനാണെങ്കിൽ എനിക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ അറിയാം. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? മിസ്, പിന്നെ എനിക്ക് ആ 16-ാമത്തെ ഒന്ന് വായിച്ചു. എനിക്കത് വായിക്കാൻ പറ്റുന്നില്ല. 16-ാമത്തെ നമ്പർ പറയാൻ എനിക്ക് അറിയാൻ പറ്റില്ല. ഏതാണെന്ന് പറയൂ. എനിക്ക് തോന്നി അതായിരിക്കും. ഞാൻ പറയാം.
എന്തോ? I was flabbergasted. Flabbergasted. ഓക്കെ, പറഞ്ഞ് ശരിയാവും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, മിസ് നന്നായിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. എല്ലാം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതല്ലേ, ഞാനും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാണ് കേട്ടോ. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അഞ്ജലി വായിച്ചോളൂ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വായിക്കണം കേട്ടോ. വായിക്കാവേ. വായിക്കും. തെറ്റാണ് പറഞ്ഞതാ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തത്. ഓക്കെ, What's the matter? What's your program? Let's go. I don't know. I have got to go. That's correct. Try your best. What can I do for you? Forget it. We went together. I was talking to my friend. What exactly troubles you? I am afraid I don't know. Is it true? That's unbelievable. I was ഇത് വായിക്കാൻ പറ്റുന്നില്ല. Flabbergasted ആണോ? Flabbergasted. I have got to meet and I was flabbergasted. I have got to meet a friend on the way. Respect your elders. We went there yesterday. Nobody is perfect. Perfect yourself. I don't think so. No, I am not coming. What about a cup of tea? I will do it. What's your expectation? Do your homework. I hope I can. ഓക്കെ അഞ്ജലി, കുറച്ചുകൂടെ ഒന്നുകൂടെ വായിക്കാനുണ്ട്, പിന്നീട് വരാം. ഇനി who is next? ഞാൻ വായിക്കാം. ഓക്കെ, ശരി. What's the matter? What's your program? Let's go. I don't know. I have got to go. That's correct. Try your best. What can I do for you? Forget it. We went together. I was talking to my friend. What exactly troubles you? I am afraid I don't know. Is it true? That's unbelievable. I was flabbergasted. I have got to meet a friend on the way. Respect your elders. We went there yesterday. Nobody is perfect. Perfect yourself. I don't think so. No, I'm not coming. What about a cup of tea? I will do it. What's your expectation? Do your homework. I hope I can. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് ആരാ? എല്ലാവരും വായിക്കാം കേട്ടോ. നെക്സ്റ്റ് ആരാ വായിക്കാം? Okay, ma'am, can I? What's the matter? What's your program? Let's go. I don't know. I have to go. That's correct. Try your best. What can I do for you? Forget it. We went together. I was talking to my friend. What exactly troubles you? I am afraid I don't know. Is it true? That's unbelievable. I was flabbergasted. I have to go meet a friend on the way. Respect your elders. We went there yesterday. Nobody is perfect. Perfect yourself. I don't think so. No, I am not coming. What about a cup of tea? I will do it. What's your expectation? Do your homework. I hope I can. ഓക്കെ, നിമ്മി. നമ്മൾ ഓരോ സെന്റൻസ് പറയുമ്പോഴും അതിൻ്റെതായ മോഡുലേഷൻ കൊടുക്കാം. ഇപ്പൊ നിമ്മി പറഞ്ഞു കുറച്ചെങ്കിലും കറക്റ്റ് പറഞ്ഞു. മലയാളം ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് ആ ഒരു രീതിയിൽ ചോദിക്കാം. എന്തൊക്കെ എന്താ പരിപാടി, എന്താ ചോദിക്കും അല്ലെ. ഇനി നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലാതെ. ഒരു മോഡുലേഷൻ നമ്മൾ മലയാളത്തിലാണെങ്കിൽ നമ്മൾ വരുത്തുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും മോഡുലേഷൻ വരുത്തി സംസാരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ വായിക്കാം. ഓക്കെ ആൻസി. What's the matter? What's your program? Let's go. I don't know. I have got to go. That's correct. Try your best. What can I do for you? Forget it. We went together.
I was talking to my friend. What exactly troubles you? I am afraid I don't know. Is it true? That's unbelievable. I was flabbergasted. I have got to meet a friend on the way. Respect your elders. We went there yesterday. Nobody is perfect. Perfect yourself. I don't think so. No, I am not coming. What about a cup of tea? I will do it. What's your expectation? Do your homework. I hope I can. Yeah. Okay, Auntie. Any? Who's next? Rajesh, Vinita. Vinita, are you there? Next, Reshma Raj. Yeah. Sneha പോക്കിയല്ലേ? ആണോ സ്നേഹ? Yeah, okay, Sneha. ചേച്ചി ഞാൻ പറയാ. Okay, വിനിത, ഞാൻ വിളിച്ചു കേട്ടില്ല, റെസ്പോണ്ട് ചെയ്തില്ല ആരും. അത് ഓണാക്കാൻ പറ്റുണ്ടായിരുന്നില്ല. ആണോ? Okay, okay, വായിച്ചോളൂ കേട്ടോ. What's the matter? What's your program? Let's go. I don't know. I have got to go. That's correct. Try your best. What can I do for you? Forget it. We went together. I was talking to my friend. What exactly troubles you? I am afraid I don't know. Is it true? That's unbelievable. I was flabbergasted. I have got to meet a friend on the way. Respect your elders. We went there yesterday. Nobody is perfect. Perfect yourself. I don't think so. No, I am not coming. What about a cup of tea? I will do it. What's your expectation? Do your homework. I hope I can. Okay, വിനിത, clear. ഇനി ആരാ? സുനീത്, സുനീത് എന്നാണ് സുനിത എന്നാണോ? പറയൂ. കേൾക്കുന്നില്ല? ഓക്കെ, അപ്പോ ഞാൻ ഈ തന്നിരിക്കുന്ന ഡെയിലി സെന്റൻസ് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട്. നമുക്ക് ഓരോ ക്ലാസ്സിലും കുറേശ്ശെ നമുക്ക് ഇങ്ങനെ പറയാം. സോ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഒരു 10 to 15 ടൈംസ് എങ്കിലും കണ്ടിന്യൂസ്ലി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പറയുന്ന കാര്യം അതേപോലെ തന്നെ ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ സെന്റൻസ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് മറക്കരുത് 10 to 15 മിനിറ്റ്സ്. കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ നിങ്ങൾ ഡെയിലി ചെയ്യണം എന്ന് മാത്രം. ഇന്നപ്പോൾ ഞാൻ ഇത്രയും തന്നു, നാളെ ചിലപ്പോ സെന്റൻസ് തരാം. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം മുതലേ പഠിക്കുക. ഓക്കെ, അല്ലാതെ ഞാൻ നാളെ തന്നത് അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ, ഫസ്റ്റ് മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? പിന്നെ എന്താണ്, നിങ്ങൾക്ക് ടെൻസ് ഏകദേശം ഓക്കെ ആണെന്ന് പറഞ്ഞു. സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എല്ലാ ടെൻസും നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ വെച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി, ഒരു ഇമാജിനേഷൻ, അതായത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ഒരു ചെറിയൊരു സ്റ്റോറി നിങ്ങളൊന്ന് എഴുതാം ഇംഗ്ലീഷില്. ഓക്കെ, സ്റ്റോറിയിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്റ്റ് ടെൻസ് ആയിരിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് സ്റ്റോറി ആയിട്ട് പറയാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്റ്റോറി ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം എല്ലാവരും. ഓക്കെ, ഇപ്പൊ ചെയ്യണം കേട്ടോ, ഇപ്പൊ എഴുതണം, അവിടെ എന്നോട് പറയണം, എനിക്ക് പറഞ്ഞ് കേൾപ്പിച്ച് തന്നെ. റെഡിയാണോ? ഒരു 20 മിനിറ്റ്സ് ഞാൻ ടൈം തരാം. 15 മിനിറ്റ്സ് ഓർ 20 മിനിറ്റ്സ് ഞാൻ ടൈം തരാം. കഴിയുമ്പോൾ കഴിഞ്ഞു എന്ന് പറയാം. ഞാനിപ്പോ വായിക്കാൻ പറയാം കേട്ടോ. എല്ലാവരും എഴുതണം, മസ്റ്റ് ആണ്. ഇനിയിപ്പോ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് മിസ് പോയി എന്ന് വിചാരിച്ച് ആരും ലീവ് ചെയ്ത് പോകണ്ട. ട്രൈ ചെയ്യൂ കേട്ടോ. പൊട്ടത്തെറ്റായിരിക്കും, കുഴപ്പമൊന്നുമില്ല, ട്രൈ ചെയ്യൂ. ഓക്കെ, നമ്മൾ ശ്രമിക്കുന്തോറും നമുക്ക് ക്ലിയർ ആയി വരും. മിസ്റ്റേക്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് തന്നെ ഞാൻ തന്നെ എഴുതിയതാണോ എന്ന് നമുക്ക് തന്നെ ഡൗട്ട് വരും.
ഓക്കെ, അത്രയും ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് വരാം. അത് വരണമെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുക, ഇമാജിൻ ചെയ്യുക, ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓക്കെ എനിക്ക് അത്യാവശ്യം അറിയാം. എന്ത് സ്റ്റോറിയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറി നിങ്ങള് എന്തെങ്കിലും എക്സ്പീരിയൻസ് ആകാം, അല്ലെങ്കിൽ ചുമ്മാ ഇമാജിൻ ചെയ്തൊക്കെ എഴുതാലോ, എന്തെങ്കിലും ഒരു കഥ, അല്ലെങ്കിൽ ഇന്നത്തെ എന്തെങ്കിലും സംഭവങ്ങളോ, അല്ലെങ്കിൽ ഇന്നലെ നടന്ന കാര്യങ്ങളോ, എന്തോ എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, അത് പ്രസന്റ് ആകാം, ഫ്യൂച്ചർ ആകാം, പാസ്റ്റ് ആകാം, ഏത് ടെൻസ് ആണെങ്കിലും ഒരു ചെറിയൊരു സ്റ്റോറി പോലെ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, മേക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണെങ്കിൽ നോക്കിയെന്ന് പറഞ്ഞു എല്ലാവരും. Okay, Miss. ഒരാള് മാത്രമേ ഓക്കെ എന്ന് പറയുന്നുള്ളൂ, ബാക്കി എല്ലാം ടൈപ്പ് ചെയ്യാണോ? ഓക്കെ ആണോ? അഞ്ജലി, നിമ്മി, വിനിത, സ്നേഹ ഓക്കെ ആണ്. യാ, അപ്പോ ഇപ്പോ ടൈം 3:05 ആണ്, 3:05. സോ ഒരു ഐ തിങ്ക് 3:15 or 20 ഒക്കെ ആകുമ്പോ അത്രയും സമയം മതി, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മതിയോ? ചെറിയ കഥ മാക്സിമം ഒരു 3:20 ആകുമ്പോ പറയൂ കേട്ടോ. ഓക്കെ, ഓരോരുത്തരുടെ ലീവ് ചെയ്യാണ്. ലീവ് ചെയ്ത് കഴിഞ്ഞാല് എനിക്കൊന്നും പറയാനില്ല, അതുകൊണ്ട് സ്റ്റോറി ചെയ്താ കഴിയുമ്പോ കഴിഞ്ഞു എന്ന് പറയാം. അപ്പൊ ഞാൻ ക്യാമറ ഓൺ ചെയ്യാം. അതുവരെ ഞാൻ ചുമ്മാ ഇങ്ങനെ ബോറൊക്കെ ചിരിക്കണ്ട ക്യാമറ ഓൺ ചെയ്ത്, അല്ലെ? അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്. കഴിയുമ്പോ കഴിഞ്ഞു എന്ന് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം, ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്യാം, ഞാൻ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കാം. ഓക്കെ ആണല്ലോ? ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്. ഓക്കെ അല്ലേ? ക്യാമറ ഓഫ് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ കാണുന്നുണ്ട്, എല്ലാവരെയും കാണാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ഓക്കെ,
കഴിഞ്ഞോ? Anyone? ആരെങ്കിലും സ്റ്റോറി കംപ്ലീറ്റ് ആയോ? എന്താണ് എല്ലാവരും പോയോ? ക്ലാസ്സിലുണ്ടോ ആരെങ്കിലും? ഇല്ല. അത് എഴുതുകയാണ് അല്ലേ? കാര്യമായിട്ട് എന്തോ എഴുതുന്നുണ്ട് അപ്പൊ. ഓക്കെ. ഇനിയിപ്പോ അഥവാ ഇനി കഴിഞ്ഞില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടി വരും കേട്ടോ. മെസ്സേജ് ചെയ്യോ നിങ്ങൾ? കഴിഞ്ഞെന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്യോ? ഓക്കെ. അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് തീർത്താൽ മതിയോ? ഫിനിഷ് ആയി മാം. എന്തോ? എന്റെ കഴിഞ്ഞിട്ടുണ്ട് മാം. കറക്റ്റ് അല്ല. കഴിഞ്ഞതാണോ? അതെ Clear അതെ ആവുന്നില്ല. അതെ മാം കഴിഞ്ഞു. കഴിഞ്ഞോ? അന്ന് പറയൂ, പറഞ്ഞോളൂ. മിസ്റ്റേക്സ് ഉണ്ട് മാം. ഉണ്ടാവും. Accept ചെയ്യും. There was a crow flew here and there in search of water. Crow was very thirsty. Nobody can help. Finally, crow sitting on a branch. So crow found a pot sitting under the tree. Crow flew down and searched the water on the pot. Sorry, in the pot. But a little water in the pot. But our wise and intelligent crow putting pebbles in the pot. At last, the water came up. That time, crow drank the water and flew away happily. Okay. Okay. Yeah. Okay. നിമിക്ക് എന്ത് തോന്നുന്നു? മിസ്റ്റേക്സ് ഉണ്ടോ? Mistakes ഉണ്ട് മാം. മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ. മിസ്റ്റേക്സ് തോന്നിയ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക. Okay മാം. ഓക്കെ. ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് പാസ്റ്റ് ടെൻസിലല്ലേ മാം എല്ലാം യൂസ് ചെയ്യേണ്ടത് മാം? പൊതുവെ സ്റ്റോറി എല്ലാം കോൺസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ മാം. ഓക്കെ. ഓക്കെ. സോ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ടൊന്ന് കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്യാം. സ്റ്റോറി ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഏൽപ്പിച്ചിട്ട് പറയാം അല്ലെ. ഇതിപ്പോ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് കുറച്ചുള്ളൂ. പക്ഷെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ച് നന്നായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ മാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ആരാ? കഴിഞ്ഞോ? ആരെങ്കിലും കഴിഞ്ഞോ? കുറച്ചുള്ളെങ്കിലും വായിക്കൂ ചുമ്മാ. മിസ് എന്റെ കഴിഞ്ഞു. ഓക്കെ വിനിത വായിക്കൂ. കഥയൊന്നും അല്ല കേട്ടോ മിസ്, എനിക്ക് തോന്നി ഇത് എഴുതിയെന്നുള്ളൂ. ഓക്കെ. There were two children in a house. They were very naughty. Always they quarreled each other. The boy was too naughty than the girl, always irritating to their mom. The boy always plays in the mobile phone, although their mom likes their naughty behavior. ഇത്രയുള്ളൂ മിസ്. ഓക്കെ. ഇത് തോന്നിയത് നമ്മുടെ വീട്ടിലേക്ക് ഉള്ളതാണല്ലേ, സിറ്റുവേഷൻ ആണ്. പിള്ളേരുണ്ട് ഇവിടെ, അവര് സമ്മതിക്കുന്നില്ല. ഓക്കെ. പക്ഷെ നമുക്ക് എഴുതാൻ പറ്റി അല്ലെ? എഴുതാം. നന്ദി. കുറച്ചെങ്കിലും നമുക്ക് സ്റ്റോറി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ആദ്യം എഴുതിയില്ലെങ്കിൽ കുറച്ചെങ്കിലും എഴുതാൻ പറ്റി. മിസ് ഞാൻ എഴുതിയ സ്റ്റോറി ഒന്നും അല്ല, അതൊരു തെറ്റാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, വായിക്കാവേ. Last month we went to Mookambika temple with our family and it was a great trip. From there we went to many places. From there I returned home by train that day. Yeah. Okay, ക്ലിയർ. കുറച്ച് എന്തോ ഒരു എന്താണ് എന്താ പറയില്ലേ, യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്. എന്തായാലും ഇനി ആരെങ്കിലും വായിക്കുന്നുണ്ടോ? കഴിഞ്ഞോ? മാം നമ്മളത് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് അറിയാതെ എന്താ എഴുതണ്ടേന്ന് അപ്പൊ വരും നമ്മുടെ മനസ്സിലോട്ട്. നമ്മളിത് എഴുതാതിരിക്കുമ്പോൾ നമ്മളൊന്നും തിങ്ക് ചെയ്യുന്നില്ല. ഇതിങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമ്മളെ ഈ വേർഡ് എങ്ങനെ യൂസ് ചെയ്യുക, അത് എവിടെ വെക്കാന്നൊക്കെയുള്ള ഒരു ഇത് വരുന്നത് നമുക്ക്. ഇപ്പോൾ അതൊരു നല്ല കാര്യം. നമ്മൾ എഴുതി നോക്കാറില്ല ഇങ്ങനെ സ്റ്റോറി, പ്രത്യേകിച്ച് ഇംഗ്ലീഷില്.
പക്ഷെ നമ്മൾ കുറച്ചും കൂടി നന്നായി ട്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. എന്തും പ്രാക്ടീസ് ആണ് കേട്ടോ. നമ്മൾ എന്തും പ്രാക്ടീസിലൂടെ നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും ഇപ്പോ ഒന്നും അറിയില്ല എന്ന് വിചാരിക്കോ, കോഴ്സിൽ ജോയിൻ ചെയ്ത് വരുമ്പോൾ ഒന്നും ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ ഇപ്പോ ഏകദേശം നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മിസ്റ്റേക്സ് ഇല്ലാതെ, അല്ലെ, കുറച്ചെങ്കിലും മിസ്റ്റേക്സ് ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലേ? അഥവാ മിസ്റ്റേക്സ് വന്നാലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? യെസ് മാം. അതിനർത്ഥം നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചു എന്നാണ്. യെസ് യെസ്. അല്ലെങ്കിൽ എനിക്ക് മുന്നേ നമുക്ക് ഇംഗ്ലീഷ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ടെൻസ് ഒക്കെ പഠിച്ച് വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായി മിസ്റ്റേക്ക് എവിടെയാണ്, എന്താണെന്നൊക്കെ മനസ്സിലായി. ടെൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. ഓക്കെ, ഇനി who's next to read your story or anything? ആൻസി, എന്തായി? മിസ് എന്റെ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ വീട് പൊളിക്കല് കാരണം പണിക്കാർ വന്നിട്ട് ഒച്ചയമ്പളം ഞാനും കഴിഞ്ഞില്ല. കഴിഞ്ഞിട്ടില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അടുത്ത ക്ലാസ്സിൽ വായിക്കുമ്പോ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, കുറച്ച് പോരാ. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ഫ്രൈഡേ ആണ് ക്ലാസ് വരുന്നത്. സോ എല്ലാവരും നല്ല രീതിയിൽ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത്, കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് സ്റ്റോറി എഴുതാം. സ്റ്റോറി ആവാം, എന്തും ആവാം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണ്. പിന്നെന്താണ്? ഡെയിലി സെന്റൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇതൊന്നും മറക്കാൻ പാടില്ല. പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ചേഞ്ച് വരുള്ളൂ, കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. ഓക്കെയാണ്. എന്താണ് അധികം സംസാരിക്കില്ലേ നിങ്ങള്? ഓക്കെ മാം, യെസ് മാം, വേറൊന്നും പറയുന്നില്ല? ഓക്കെ, നിമ്മി സംസാരിച്ചതായിരുന്നല്ലോ. നിമ്മി എന്താണ് ഇപ്പൊ ഒന്നും ഇല്ലാത്ത? നിമ്മി ഇല്ല മാം, ഒന്നുമില്ല, സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? Okay. Okay. So thank you all. See you in the next class. Okay, bye. Thank you so much, ma'am. Bye. Thank you, Miss.